സമയം ഇപ്പം 5:45 കഴിഞ്ഞു. ഇവിടെ ഒരു 5:30 കഴിയുമ്പോഴത്തേക്കും വെട്ടം വീണ് തുടങ്ങും. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ജനാലയിലൂടെ പോയിട്ട് ഈ മരങ്ങളെയൊക്കെ ഒന്ന് നോക്കി പച്ചപ്പൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കും. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണിത് കാണാൻ. അതിനുശേഷം ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഇന്ന് സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിക്കിയുടെ സ്കൂൾ ഓപ്പൺ ചെയ്യാണ്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കണേന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സമയം 6:15 പിന്നെ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരും നേരത്തെ കിടക്കുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്നവരാണ്. ചിലർ ഹസ്ബൻഡിനെ ഡ്യൂട്ടിക്ക് വിടാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കും. ഇന്ന് KVയും എല്ലാ സ്കൂളുകളും തുറക്കുന്ന ദിവസമായതുകൊണ്ട് എല്ലാ അമ്മമാരും രാവിലെ എണീറ്റ് കുക്കറിൻ്റെ ബിസിലടിയും ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇന്നലത്തെ ദോശമാവ് കുറച്ച് മിച്ചുണ്ടായതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ രാവിലെ പാലും കൊടുത്തു വിടണം. നിക്കിയുടെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് 8:45 തൊട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് 11:30 വരെയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരു കുട്ടി ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അവൾ എളുപ്പത്തിനെടുത്ത് കഴിച്ചോളും. പിന്നെ പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഏറ്റവും പാട്. ഇത്രയും നേരത്തെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ശീലമില്ലല്ലോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 8:30 ആകുമ്പോഴല്ലേ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു സമാധാനം കാണില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സവോള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് സവോള കുനുകുന അരിഞ്ഞ് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്താൽ മതി. ആ തിരുമ്മലിലാണ് അതിൻ്റെ രുചി ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും എനിക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഇതുണ്ടെങ്കിൽ ദോശയൊക്കെ നിറച്ച് കഴിച്ചോളും. ഇന്നത്തെ അവളുടെ മൂഡ് എന്തായിരിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അടുത്ത ദിവസം സ്കൂളിൽ പോകണം നിക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പറയുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പോകത്തില്ല എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും, വിട്ടല്ലേ പറ്റുള്ളൂ. ഞാനും ഹസ്ബൻഡും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരു സങ്കടമാണ്. പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചു. എന്താ അവൾ കഴിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കുറേശ്ശെ കഴിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റും കുറച്ച് മിച്ചറുമാണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് അവൾ കഴിക്കാറില്ല. പിന്നെ മിച്ചർ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്നാക്സ് കൊണ്ടുപോയിട്ട് അതേപടി തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുടിക്കുന്നുണ്ട്. പക്ഷേ സ്നാക്സ് ഒന്നും അവൾ കഴിക്കാറില്ല. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ അവളുടെ ബാഗിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വെക്കേഷന് ഹോംവർക്ക് തന്നു വിട്ടതാണ്. ഒരുപാട് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുട്ടയും കൂടെ ബിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. ഇവിടെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒരു സെക്ഷൻ, ചായയുടെ ഒരു സെക്ഷൻ, പിന്നെ മുകളിലെ പൊടി ഐറ്റംസ്, പിന്നെ ഇവിടെ അല്ലറ ചില്ലറ സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ സൂര്യനൊക്കെ ജ്വലിച്ച് വരുന്നുണ്ട്. സമയം ഇപ്പോൾ 7 മണി ആവാറായി. നമുക്ക് നിക്കിനെ വിളിക്കാം. അവൾ കുത്തിപ്പൊക്കി എണീക്കാൻ ഭയങ്കര പാടാണ്. ചില സമയത്ത് അവൾ നേരത്തെ എണീറ്റ് വരും. ഇപ്പം വെക്കേഷൻ ആയതിൽ പിന്നെ ഒരു കറക്റ്റ് സമയത്തിൽ ഉറക്കവും കറക്റ്റ് സമയത്തിന് എണീക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടായിരുന്നു അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ എണീറ്റ് വന്നു ബ്രഷൊക്കെ ചെയ്യുകയാണ്. സ്കൂളിൽ പോവാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല്ലൊക്കെ തേക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോകണം, പാർക്കിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കരച്ചിലാണ്. പിന്നെ ഒരു കണക്കിന് യൂണിഫോം ഇടിയിപ്പിച്ചു. പക്ഷേ ബെൽറ്റും ഷൂവും സോക്സും ഒന്നും ഇടാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറാവുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണേലും ഒന്ന് എത്തിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ അവളെ ഇറക്കുകയാണ്. ഇനി ഏട്ടനില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നടന്ന് വേണം പോവാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരമുണ്ട് സ്കൂളിലോട്ട്. അങ്ങനെ ആൾക്ക് ബാഗ് ഇടണമെന്ന് പറഞ്ഞ് ബാഗും ഇട്ട് നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എടുത്ത് പിടിക്കാൻ തുടങ്ങി. സ്കൂളിലൊന്നും അല്ലാതെ അവൾ കരച്ചിലാണ്. ദേ കാണുന്നതാണ് നിക്കിയുടെ മോണ്ടിസോറി. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് കളിപ്പിച്ചാണ് അവളെ ഉള്ളിലോട്ട് കയറ്റുന്നത്. ഇന്ന് 9 മണിക്ക് ശേഷം ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ പറഞ്ഞു. കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മിഠായിയും പെൻസിലൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം നിക്കിനെ ഊഞ്ഞാലൊക്കെ ആട്ടി. അപ്പോഴേക്കും പറഞ്ഞു പാരൻസൊക്കെ ഇറങ്ങണമെന്ന്. പിന്നെ നിക്കിനെ പിടിച്ചെടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വിളിക്കാൻ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആൾ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ചോക്ലേറ്റ് പെൻസിലൊക്കെ കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഓക്കെയാണ്. പക്ഷേ നാളെ പോകുമ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല. താങ്ക്